ഈ പറയുന്ന ഈ സേവ്യർ ചിറ്റലപ്പള്ളി തുടക്കത്തിൽ തന്നെ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞത് നമ്പർ എണ്ണി എത്ര നിയമസഭാ സമ്മേളനങ്ങൾ കടന്നു എന്നത് അത് പ്രതിപക്ഷത്തിന് മേലെ എക്കാലത്തേക്കുമുള്ള ചീത്തപ്പേരായിട്ട് നിൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കുമില്ല. അതായത് ഈ സംഭവം ഉണ്ടായിട്ട് ഇത്ര നിയമസഭാ സമ്മേളനങ്ങൾ കടന്നിട്ട് ഈ വിഷ്വൽസ് വന്നപ്പോൾ മാത്രമാണ് കോൺഗ്രസും പ്രതിപക്ഷവും ഇങ്ങനൊരു പ്രതിഷേധത്തിലേക്ക് പോയത്, സഭയിലേക്ക് കൊണ്ടുവന്നത് എന്നത് അവരുടെ മേലൊരു മായാത്ത കറയായിട്ട് നിൽക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും പോലെ വിഷ്വൽസ് കാണുമ്പോൾ, നാട്ടുകാരെ എല്ലാവരെയും പോലെ വിഷ്വൽസ് കാണുമ്പോൾ ഈ തല്ലിൻ്റെ ഭീകരത വിഷ്വൽസിലൂടെ കണ്ടപ്പോഴാണ് പ്രതിപക്ഷ നേതൃത്വം ഇത് മനസ്സിലാക്കിയെന്നത്. അവർ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് എത്രമാത്രം ഇക്കാര്യത്തിൽ അലസ മനോഭാവത്തോടെയാണ് നിൽക്കുന്നത് എന്ന ഒരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ CPM-ൻ്റെയോ CPI-യുടെയോ ഒരു ചെറുപ്പക്കാരനാണ് ഈ തല്ല് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാകുമായിരുന്നു എന്ന തോന്നൽ ആ കാര്യത്തിലുണ്ടായി. രണ്ടാമത്തേത്, അതും ബിനിൽ പറഞ്ഞ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്, ഞാനത് ഓർത്താണ്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അങ്ങ് അപ്പാടെ നിർവീര്യമാക്കി കളഞ്ഞിട്ടുണ്ട്, ഇവരെ ആകെ ക്ഷീണിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷത്തെ. അതായത് ഞാനത് അങ്ങനെ ഈ പ്രതിപക്ഷത്തെ എങ്ങനെയാണ് വല്ലാതെ കുറ്റം പറയുക എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ് തുടക്കത്തിൽ പറയാതിരുന്നത്. ആകെപ്പാടെ വീക്കായൊരു പ്രതിപക്ഷത്തെയും നേതാക്കളെയുമാണ് അവിടെ കണ്ടത്. അവരെടുത്ത രണ്ട് ഉദാഹരണങ്ങൾ നോക്കൂ. ഒന്ന്, പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് റോജി എം ജോൺ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന ആൾ പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പിണറായി വിജയൻ തല്ല് കിട്ടിയതാണ്. ഉദാഹരണം, അവരുടെ പാർട്ടി അവരുടെ സമുന്നതയായ നേതാവ് ഉണ്ടാക്കി അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന, ഒരിക്കലും അവർക്ക് രണ്ടാമതൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ അവർക്ക് മറുപടി പറയാൻ പറ്റാത്ത വിധമുള്ള ഒരു ഉദാഹരണമാണ് എടുത്തിട്ടത്. മറ്റൊരു ഉദാഹരണം പിണറായി വിജയൻ തന്നെ ഡീകോഡ് ചെയ്ത് കൊടുത്തു. അതായത് ഇവർ ഒരു കാര്യം പറഞ്ഞത് VS അച്യുതാനന്ദൻ്റെ കാലത്താണ്. പോരാത്തതിന് മൂന്നാമത് ഉദയകുമാറിൻ്റെ ഉരുട്ടിക്കൊല പിണറായിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു താനും. അപ്പോൾ പ്രതിപക്ഷമാണ് ഒരല്പം ക്ഷീണിച്ചത്. അത് പിന്നെ ഞാനത് പറയാതിരുന്ന അവരെല്ലാ ദിവസവും നമ്മൾ ഈ വിമർശിക്കുന്നത് എങ്ങനെയാണെന്ന് കരുതിയിട്ടാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഹർഷൻ കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാനത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാർട്ടിയോടും ഈ പ്രതിപക്ഷത്തോടും ചെയ്ത ചതി, അത്ര വലുപ്പത്തിലുള്ള ചതി നമ്മുടെ ഓർമ്മയിലും അറിവിലും ഒരു രാഷ്ട്രീയ നേതാവും അവരവരുടെ പാർട്ടിയോട് ചെയ്തിട്ടില്ല. കാരണം അവർ അടിച്ച് കയറി വരുമ്പോൾ ക്ഷീണിതരായിപ്പോയി. എന്തു പറയുമ്പോഴും എന്താണ് ഈ പറയുന്ന കാരക്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് പരിഹസിക്കുക. KV സുമേഷിൻ്റെ പ്രസംഗത്തിലൊരു പരിഹാസം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട അല്ലാത്ത കാര്യം നടത്തുമ്പോൾ പരിഹസിച്ചു. അപ്പോൾ ഇവർ എന്തു പറഞ്ഞാലും അപ്പോൾ വല്ലാതെ വീക്കായിപ്പോയി. അത് രണ്ട് കാര്യങ്ങളും കറക്റ്റാണ്.